ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ കുറച്ചുകൂടെ കട്ടിയാക്കാൻ പോവാണെന്ന് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഞങ്ങളൊക്കെ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഒരു 7,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലൈസൻസ് കിട്ടുമായിരുന്നു. റോഡ് മാനേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യർ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനം. റിബേറ്റ്സ് ഉൾപ്പെടെ എല്ലാം ഷാർപ്പാക്കി പോകണമെന്ന് തന്നെ. ഓടിക്കാൻ മാത്രം കൈ പോലും തെളിയാത്തവർക്ക് ലൈസൻസ് കൊടുക്കുന്നതിൽ എനിക്ക് വലിയ ഇതില്ല. ഇപ്പം എനിക്ക് തന്നെ ലൈസൻസ് കിട്ടിയിട്ട് അത് കഴിഞ്ഞ് ഒരു വർഷം എനിക്ക് കാർ ഓടിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം KSRTC ബസ്സിലേക്ക് UPI പേയ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പോവാണല്ലോ, അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നെന്ന് പറയുന്നത്, അതിനെപ്പറ്റി എന്താണ്? നല്ലതാണ്. കാരണം ചിലപ്പം കയ്യിൽ പൈസ ആണെങ്കിൽ ഇപ്പം ഒരു 13 രൂപ ആയാൽ പോലും നമ്മുടെ കയ്യിൽ അതില്ലെങ്കിൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടി. മന്ത്രി പറഞ്ഞതുപോലെ ചായക്കടയിൽ പോയാൽ 10 രൂപ ആണെങ്കിൽ പോലും നമ്മൾ GPay ചെയ്യല്ലേ. ക്യാഷ് ഉണ്ടെങ്കിൽ തന്നെ 100 200 ഒക്കെ കാണാറുള്ളൂ. അപ്പം നമ്മൾ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കണ്ടക്ടേഴ്സൊക്കെ റൂഡാവാറ്. ഹായ്, വെൽക്കം ടു DP സൗത്ത് സ്റ്റോറി. പുതിയ ഗതാഗത മന്ത്രിയുടെ പുതിയ മാറ്റങ്ങൾ. KSRTC ബസ്സിലെ UPI സംവിധാനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഘടിപ്പിക്കുന്നു. ഓരോ മാറ്റങ്ങൾക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവും. ഈ മാറ്റങ്ങളെ പറ്റി ജനങ്ങളുടെ പെർസ്പെക്റ്റീവ് നമുക്കൊന്നറിയാം. ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ കുറച്ചുകൂടെ കട്ടിയാക്കാൻ പോവാണെന്ന് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? നല്ലതാണ്. കുറച്ചുകൂടെ ആക്സിഡൻസ് കുറയും, കുറച്ചുകൂടെ അവയർനെസ്, ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ട്. ഇപ്പോൾ ഈ മദ്യപിച്ചുകൊണ്ടുള്ള വാഹനം എടുക്കും, അതായത് നോർമൽ പുള്ളിപ്പം പറയുന്നതിന് ഈ റൈസിങ്ങിന് വേണ്ടി പ്രത്യേകം ട്രാക്ക് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നല്ലതാണ്. കാരണം നോർമൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല തീരുമാനമാണ്. അത് നല്ല തീരുമാനമാണ്. വാരിക്കോരി അങ്ങനെ ലൈസൻസ് കൊടുക്കാതെ ഒരു കൃത്യമായ മാനദണ്ഡം വെച്ച് ഏറ്റവും എലിജിബിളായിട്ടുള്ള ഈ പറയുന്ന പോലെ വണ്ടി ഓടിക്കാൻ അറിയുക മാത്രമല്ലല്ലോ, അത് പാർക്ക് ചെയ്യുക, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ എങ്ങനെ സഹകരിക്കുക, എങ്ങനെ ബിഹേവ് ചെയ്യുക, ഇതെല്ലാം വളരെ നല്ലൊരു റോഡ് മാനേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യർ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനം. മന്ത്രി പറയുന്നത് റിബേറ്റ്സ് ഉൾപ്പെടെ എല്ലാം ഷാർപ്പാക്കി പോകണമെന്ന് തന്നെയാണ്. കാരണം വിദേശ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലൊക്കെയുള്ള സംവിധാനങ്ങളാണ്. അതേ നിലയ്ക്ക് നമ്മുടെ നാട്ടിലേക്ക് കുറച്ചുകൂടി വന്നാൽ നമുക്ക് ഇത്തരത്തിൽ അപകടം മൂലം മരണപ്പെടുന്ന കാര്യങ്ങളൊക്കെ കുറയും എന്ന അഭിപ്രായമാണ് എനിക്ക്. പൈസയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് പേയ്മെൻറ്റ് കൂടുകയാണെങ്കിൽ അത്രയും പ്രശ്നങ്ങളൊക്കെ വരും. കാരണം അധികം സാമ്പത്തികമില്ലാത്ത വീട്ടിൽ നിന്നൊക്കെ വരുന്നെങ്കിൽ അവർക്ക് ലൈസൻസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് അത് പിടിച്ച് വല്ല പ്രശ്നമാവും. എന്നിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുക്കുന്ന പേയ്മെന്റ് ആണോ? ഡ്രൈവിംഗ് സ്കൂളിൽ പക്ഷെ ഒരു രീതി നോക്കി നല്ല കാര്യമാണ്. പക്ഷെ അത് സാമ്പത്തികം ഇല്ലാത്ത വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാവും. വണ്ടി നേരെ സ്റ്റാർട്ട് പോലും അറിയാൻ പറ്റാത്ത കുറേ പേർക്കൊക്കെ ഇപ്പോൾ ലൈസൻസ് കൊടുക്കുകയാണ്. അപ്പം ഒരു മിനിസ്റ്ററിൻ്റെ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊക്കെ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഒരു 7,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലൈസൻസ് കിട്ടുമായിരുന്നു. ഡ്രൈവിംഗ് പഠിക്കണമെന്നോ വണ്ടി ഓടിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഉരുട്ടി കാണിക്കുക, എച്ചെടുക്കുക, തല പുറത്തിട്ട് എച്ചെടുത്ത് കാണിക്കുക. അപ്പോൾ അത് നോക്കുമ്പോഴത്തേനും ഇപ്പം ചെയ്യുന്നതല്ലല്ലോ. ഇപ്പം എനിക്ക് തന്നെ ലൈസൻസ് കിട്ടിയിട്ട് അത് കഴിഞ്ഞ് ഒരു വർഷം എനിക്ക് കാർ ഓടിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അവിടുത്തെ കാർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേനും കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവുന്നത് നല്ലതാണ്. KSRTC ബസ്സിലേക്ക് UPI പേയ്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് വളരെ നല്ല കാര്യമാണ്. ബിക്കോസ് എന്ന് വെച്ചാൽ ചില ടൈമിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. എപ്പോഴും ഗൂഗിൾ പേ ഒക്കെയാണ് കൂടുതൽ ഈ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യാത്രകൾ പോകുമ്പോൾ കൂടുതലും കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും യാത്ര ചെയ്യാൻ എളുപ്പമാവും. അതൊരു നല്ല തീരുമാനമായിട്ട് തോന്നുന്നു. പൊതുഗതാഗതത്തിൽ ഈ പറയുന്ന പോലെ ഗൂഗിൾ പേ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് ഇപ്പം മനുഷ്യൻ്റെ ഡേ ടു ഡേ ലൈഫിൽ അത് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഇപ്പോൾ ചായക്കടയിൽ പോയപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ ചായക്കടയിൽ പോയാൽ പോലും 10 രൂപ ആണെങ്കിൽ പോലും നമ്മൾ GPay ചെയ്യല്ലേ. അപ്പോൾ അത് വൈ നോട്ട്, അത് പബ്ലിക് ട്രാൻസ്പോർട്ടിങ് അത് വളരെ യൂസ്ഫുൾ ആണെന്നാണ്. സർ, ക്യാഷ് ആണോ ഡിജിറ്റൽ പേയ്മെന്റ് ആണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്? രണ്ടും ഉണ്ട്, ഡിപ്പെൻസ് ആണ്. നല്ല അഭിപ്രായമാണ്. കാരണം പലപ്പോഴും കയ്യിൽ ക്യാഷ് ഇല്ലാതെ അങ്ങനെ കാർഡ് യൂസ് ചെയ്യാൻ പറ്റാതെ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതാണ്. എൻ്റെ ടെക്നിക്കിനെ പറ്റി എത്രത്തോളം പ്രാക്ടിക്കലാവുന്നതൊന്നും അറിയത്തില്ല. നല്ലതാണ്. അതിൻ്റെ എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നല്ലതാണ്. എൻ്റെ വീട് ഇടുക്കിയ, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് UPI ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൈ ക്യാഷ് ഒന്നും കാണത്തില്ലായിരിക്കും. അപ്പോൾ ഈ ATM തപ്പി നടക്കേണ്ടായി വരും. അങ്ങനെയൊക്കെ അതുകൊണ്ട് UPI ആക്കുന്ന വളരെ അങ്ങനെ ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ബസ്സിൽ? ഇഷ്ടംപോലെ. ഞാൻ എന്നിട്ട് ഇവിടുന്ന് ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ATM പൈസ ഇല്ലായിരുന്നു ഈ നമ്മുടെ തമ്പാനിൽ. എന്നിട്ട് കണ്ടക്ടറോട് പറഞ്ഞിട്ട് ഇടയ്ക്ക് പത്തനംതിട്ട ഇറങ്ങിയിട്ടാണ് പൈസ എടുത്തു കൊടുക്കുക. അല്ലെങ്കിൽ UPI ആക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം ലൈക്ക് ഒരു 10ാം ക്ലാസ് അത്രയുള്ള പിള്ളേരെ തന്നെ ഫോണുണ്ട്. അപ്പോൾ അവർക്ക് ഇത്രയും രീതിയിൽ ഫോൺ കയ്യിൽ അഫോർഡബിൾ ആണെങ്കിൽ ലൈക്ക് UPI ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നു. അപ്പോൾ UPIയും ക്യാഷും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. രണ്ടും ആണെങ്കിൽ നല്ലതായിരിക്കും. നല്ല തീരുമാനം തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം ഞാൻ KSRTCയിൽ പോകുമ്പോൾ കൂടുതൽ സമയവും
നമ്മുടെ കാർഡുണ്ടല്ലോ, ട്രാവൽ കാർഡാണ് ഞാൻ കൊണ്ടുപോകാറ്. അപ്പം KSRTC പോകുമ്പം അത് ഭയങ്കര സൗകര്യമാണ്. പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ നമ്മൾ ചില്ലറയും കൊണ്ടൊക്കെ കയറണം. അപ്പം ഞാൻ മാക്സിമം KSRTC കയറാൻ നോക്കാറുള്ളൂ. UPയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ തന്നെ 100 200 ഒക്കെ കാണാറുള്ളൂ. അപ്പം നമ്മൾ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കണ്ടക്ടേഴ്സൊക്കെ റൂഡാവാറുണ്ട് ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പം അതിനേക്കാളും നല്ല എന്തുകൊണ്ടും ഈ UPI സിസ്റ്റം കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് കുറേ നാളായിട്ട് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ജനങ്ങളുടെ പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. So stay tuned. This is Nandana signing off.